ഏകദേശം 150 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടനിലെ വെയിൽസിൽ ഒരു വലിയ ഉണർവ് പൊട്ടി പുറപ്പെട്ടു. തൽഫലമായി സുവിശേഷം പങ്കുവെക്കുവാൻ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് നിരവധി മിഷണറിമാർ കടന്നുവന്നു. ആക്രമണകാരികളായിരുന്ന കിരാത ഗോത്രവർഗക്കാരുടെ ആവാസ കേന്ദ്രമായിരുന്നു അസം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം. ചില മിഷണറിമാർ ആക്രമണകാരികളായിരുന്ന ഗാരോ വർഗക്കാരോട് സുവിശേഷം അറിയിക്കുവാൻ അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നു. അസമിലെ ഘോരവനങ്ങൾ മിഷണറിമാർക്ക് വാസയോഗ്യമല്ലായിരുന്നെങ്കിലും അവരവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചു. നോക്സങ് എന്ന ഗാരോ വർഗക്കാരനും അവന്റെ കുടുംബവും യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു. കോപാകുലനായ ഗ്രാമത്തലവൻ നോക്സങ്ങിനെയും കുടുംബത്തെയും വിളിപ്പിച്ചു. അവരുടെ പുതിയ വിശ്വാസം ഉപേക്ഷിക്കുവാൻ ആജ്ഞാപിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നോക്സങ് ഇപ്രകാരം പറഞ്ഞു: ഞാൻ യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു, ഇനി പിന്നോട്ടില്ല. തുടർന്ന് നോക്സങ്ങിന്റെ 2 പുത്രന്മാരെ അമ്പെയ്തു കൊല്ലുവാൻ തന്റെ വില്ലാളികളോട് കൽപ്പിച്ചു. അവന്റെ 2 പുത്രന്മാരും അവന്റെ മുന്നിൽ മരിച്ചു വീണു. വീണ്ടും ഗ്രാമത്തലവൻ നോക്സങ്ങിനോട് തന്റെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവന്റെ ഭാര്യയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. നോക്സങ് ഇപ്രകാരം മറുപടി പറഞ്ഞു: എന്നോടൊപ്പം ആരുമില്ലെങ്കിലും ഞാൻ പിന്തിരിയുകയില്ല. ഗ്രാമത്തലവൻ കൂടുതൽ കോപാകുലനായി വില്ലാളികളെ കൊണ്ട് നോക്സങ്ങിന്റെ ഭാര്യയെ അമ്പെയ്തു കൊല്ലിച്ചു. പിന്നെ അവൻ നോക്സങ്ങിനോട് യേശുവിനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നീയും കൊല്ലപ്പെടുമെന്ന് പറഞ്ഞു. നോക്സങ് ഇപ്രകാരം പറഞ്ഞു: ലോകമെന്റെ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ ഇനി പിന്നോട്ടില്ല. വില്ലാളികൾ നോക്സങ്ങിനെയും അമ്പെയ്ത് വീഴ്ത്തി. അദ്ദേഹവും മരിച്ചു. എന്നാൽ നോക്സങ്ങിന്റെയും കുടുംബത്തിന്റെയും വിശ്വാസം കണ്ട ഗ്രാമത്തലവൻ തികച്ചും വികാരഭരിതനായി. ഏതോ ദേശത്ത് ഏതോ കാലത്ത് ജീവിച്ചിരുന്ന ഒരാൾക്കു വേണ്ടിയാണ് ഈ മനുഷ്യനും കുടുംബവും മരിച്ചതെന്ന കാര്യം അയാളെ വളരെ ചിന്തിപ്പിച്ചു. തുടർന്ന് ഗ്രാമത്തലവൻ യേശുവിനെ അനുഗമിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അവരുടെ വിശ്വാസത്താൽ പ്രചോദിതരായി ഗ്രാമം മുഴുവൻ അതുതന്നെ ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ മുഴുവൻ ഗ്രാമവും ക്രിസ്തുവിനെ സ്വീകരിച്ചു. അവർ നോക്സങ്ങിന്റെ അവസാന വാക്കുകൾ അവരുടെ പ്രാദേശിക ഭാഷയിൽ പാടാൻ തുടങ്ങി. തൽഫലമായി അവരുടെ സ്വഭാവം മാറി. അവർ മറ്റുള്ളവരെ കൊല ചെയ്യുന്നത് നിർത്തി അവരെ സ്നേഹിക്കാൻ തുടങ്ങി. ഒരു കാലത്ത് ആരും പോകാൻ ഭയപ്പെട്ടിരുന്ന ആ സ്ഥലം ഇപ്പോൾ എല്ലാവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം സാധു സുന്ദർ സിംഗ് എന്ന ഇന്ത്യൻ മിഷനറി നോക്സങ്ങിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളെക്കുറിച്ചും അത് ആലപിച്ച ഗാരോ ഗോത്രത്തെയും കുറിച്ച് കേട്ടപ്പോൾ ഈ ഗാനത്തിന്റെ വരികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് സംഗീതം നൽകി. അമേരിക്കൻ സുവിശേഷകനായ ബില്ലി ഗ്രഹാം തന്റെ എല്ലാ സുവിശേഷ യോഗങ്ങളിലും ഈ ഗാനം ആലപിച്ചു. ഈ ഗാനം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. ലോകമെമ്പാടുമുള്ള എല്ലാ സഭകളിലും ഈ ഗാനം ആലപിക്കപ്പെടുന്നു. പ്രിയ സുഹൃത്തുക്കളെ, യേശു പറഞ്ഞു: ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ തന്റെ പേരെഴുതിയിട്ടുണ്ടെന്ന് നോക്സങ്ങിന് അറിയാമായിരുന്നു. മരിച്ചാലും സ്വർഗത്തിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുമെന്ന് അവർക്കറിയാമായിരുന്നതിനാൽ മരണത്തെ അവനോ കുടുംബമോ ഭയപ്പെട്ടിരുന്നില്ല. എല്ലാ പ്രതികൂലങ്ങളുടെയും വെല്ലുവിളികളുടെയും മുന്നിൽ യേശുവിനെ തന്നെ അനുഗമിക്കുവാൻ നോക്സങ് തീരുമാനിച്ചു. കുരിശിലെ യേശുവിന്റെ സ്നേഹത്തിന് മുൻപാകെ അവന് ക്രിസ്തുവിനേക്കാൾ പ്രിയപ്പെട്ടതായി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവർ മറ്റ് ഗ്രാമീണർക്കൊരു മാതൃകയായി. നോക്സങ്ങിന്റെ ജീവിതം അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ചതുപോലെ നമ്മുടെ ജീവിതവും അനേകരെ യേശുവിലേക്ക് നയിക്കട്ടെ. പൗലോസിനെ പോലെ നമുക്കും പറയാം: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. നമുക്ക് യേശുവിനെ അനുഗമിക്കാം. ഈ ലോകത്തിന്റെ പാവങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞ് അവയിൽ നിന്ന് ഓടിയകലാം. നമുക്ക് പോരാടാം, നമ്മുടെ ഓട്ടം പൂർത്തിയാക്കാം. ജീവിതാവസാനം വരെ യേശുവിനു വേണ്ടി ജീവിക്കാം. ദൈവം
നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.